ഇവന് ഞങ്ങള് 6 ആൾക്കാർ ഒന്നിച്ച് വന്നതാണ്. 2 ഓട്ടോറിക്ഷ ആയിട്ട് വന്നത് 7 ആൾക്കാരുണ്ടായിരുന്നു. ഓട്ടോയിൽ ഇറങ്ങി ഓട്ടോ തടഞ്ഞു വെച്ചു. അങ്ങോട്ട് പോകില്ല. SFIക്കാർ ഓടിക്കുന്ന പറഞ്ഞത് ഞങ്ങളോട്. SFIക്കാർ ഓടിക്കുന്നുണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തടഞ്ഞു വെച്ചത്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് പോകുമ്പോൾ സഫ്വാൻ ഒരു യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവന്റെ ബാഗ് അടക്കം ഇവന് യൂസ് ചെയ്യുന്ന കരുതിയിട്ട് ഇവന്റെ ബാഗാണ് ഇവർ ഫസ്റ്റ് ഇതാക്കിയത്. ഇവൻ യൂസ് അല്ല എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങളുടെ യൂസ് അവന് ബാഗ് ഇട്ടില്ലായിരുന്നു. അവനെ വണ്ടി പിടിച്ച് കയറ്റിയിട്ടാണ് കൊണ്ടുപോയത്. KL86A അതിന്റെ അപ്പുറം നമ്പർ ഓർമ്മയില്ല. നെക്സം വണ്ടിയാണ്. നെക്സം വണ്ടി പോലീസുകാരുടെ മുമ്പിനാണ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പോലീസുകാരോട് പറയുന്നത് സമയം 10:42 1 മണി വരെയാണ് പോളിംഗ്. അതിനു മുമ്പ് ഈ കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ എന്ത് വാല്യൂ ആണ്? ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ടാണ് ഇലക്ഷൻ നേരിടുന്നുള്ളത്. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഈ ക്യാമ്പസിലുണ്ട്. ഇവിടുത്തെ CI അടുക്കൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ വേണം. സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷെ ഒരു UUCയെ ഈ കവാടത്തിന് മുമ്പിൽ വോട്ടിറങ്ങലോട് കൂടി ആ കുട്ടിയെ ആക്രമിച്ച് കാസർഗോഡ് MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സഫ്വാൻ എന്ന് പറയുന്ന UUC ആൺകുട്ടിയാണ്. അവന്റെ എന്റെ കൂടെയാണ് വന്നത്. റിക്ഷ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. 30-35 പേരുണ്ടാവും. ഞങ്ങൾ 2 റിക്ഷയിൽ 6 പേരാണുള്ളത്. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. റിക്ഷ തടഞ്ഞു വെച്ച് ആദ്യം ഒരു കാറ് ഓപ്പോസിറ്റ് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ച് അങ്ങനെ വണ്ടി പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. റിക്ഷ ഞങ്ങൾ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ തലങ്ങും വിലങ്ങും അടി കൊണ്ട് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരുത്തൻ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. മറ്റൊരുത്തർ നോക്കുമ്പോൾ ഈ UUCനെ കാറിൽ കയറ്റി കുത്തിപ്പിടിച്ച് അടിച്ച് കയറ്റി കൊണ്ടുപോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് കുറച്ച് പോലീസുകാർ ആ സമയത്ത് ഓടി വന്നു. അവരോട് പറയുന്നുണ്ട്, നിരന്തരം പറയുന്നുണ്ട്, ആ കാറിൽ പോയിട്ടുണ്ട്, നമ്പർ പറയുന്നുണ്ട്, അതിലൊരു UUC ഉണ്ടെന്ന്. പക്ഷെ അവർ ഞങ്ങളെ മാറ്റി നിർത്തി ഇതിനകത്തേക്ക് കോമ്പൗണ്ടിനകത്തേക്ക് കൊണ്ടുവരാൻ മാത്രമേ പോലീസ് ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ ആ കാറിനെ ട്രേസ് ചെയ്യാനോ ആ നമ്പർ ട്രേസ് ചെയ്യാനോ അതിന് പിന്തുടരാനോ അവർ പോലീസ് അങ്ങനെ മെനക്കെട്ടിട്ടേ ഇല്ല.